ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പ് 9ാം പതിപ്പിന് ഇന്ന് ഷാർജയിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉദയ്പൂരിൽ മോഹൻലാൽ സുഖാദിയ സർവകലാശാലയിലെ 32ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇത് മാറ്റത്തിന്റെ സമയമാണെന്നും എല്ലാ മേഖലകളിലും പെൺകുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യം മുന്നോട്ടു പോകുകയാണെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. मानसिक अध्ययन न करने की सीख केवल विद्यार्थी जीवन में ही नहीं बल्कि आजीवन साथ देती है. आपको व्यक्तिगत आप तो जो शिक्षा आपने प्राप्त की है और जीवन यात्रा के लिए एक प्रस्थान बिंदु है. जीवन यात्रा का पूरा मार्ग आपको अपने निरंतर परिश्रम और निष्ठा के बल पर तय करना है. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ രാജസ്ഥാനിലെത്തിയ രാഷ്ട്രപതിക്ക് ഗവർണർ ഹരിഭാവു കിസൻ റാവു ബാഗ്ഡെയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാളാണ് 90-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടക്കുക. പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് BJP പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നുഹ്, മഹേന്ദർഗഡ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ഹരിയാന, ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനം ഒക്ടോബർ 8-നാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒക്ടോബർ 5-ന് വൈകുന്നേരം 6:30 ശേഷം മാത്രമേ പുറത്തുവിടാൻ പാടുള്ളൂ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ സാമൂഹിക അന്തരീക്ഷം അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇവിടെ നടന്നതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ഈ സംഭവത്തെ ഗൌരവമായാണ് കാണുന്നതെന്നും പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ADGPയുടെ റിപ്പോർട്ട് സമഗ്രമല്ലെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക. അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിതമായ നീക്കം അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളെന്ന് പൂർണ്ണ ബോധ്യമുള്ളവ തന്നെ ബോധപൂർവം ഉന്നയിക്കുക, അതിൻ്റെ മേലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക, അത്തരം പ്രശ്നങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ താൻ പറയാത്ത ചില കാര്യങ്ങളാണ് അച്ചടിച്ചു വന്നതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് നിയമസഭ നാളെ ആദരാഞ്ജലി അർപ്പിക്കും. സർക്കാർ കാര്യങ്ങളും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങളുമാണ് 12ാം സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത്. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നാരംഭിച്ച നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഘോഷയാത്ര ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് പുറപ്പെട്ടു. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയോടനുബന്ധിച്ച് ഇന്ന് രാത്രി 8 മണിവരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന ജനപ്രിയ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന് ഇന്ന് 10 വർഷം തികയുന്നു. 2014 ഒക്ടോബർ 3-നാണ് ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി ആദ്യമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. പരിപാടിയുടെ 10 വർഷത്തെ യാത്രയിൽ സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പൌരന്മാരുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച പാരിതോഷികങ്ങളുടെ ഈ ലേലം ഒക്ടോബർ 31 വരെ നീട്ടി. സെപ്റ്റംബർ 17-നാണ് ഈ ലേലം ആരംഭിച്ചത്. ഇതിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതി പോലെയുള്ള രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്. ഈ ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് pmmementos.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ബദൽപൂർ ലൈംഗികാതിക്രമ കേസിൽ ആദർശ് വിദ്യാലയയുടെ 2 ചുമതലക്കാരെ താനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. സ്കൂൾ ട്രസ്റ്റികളായ ഉദയ് കോഡ്വാൾ, തുഷാർ ആപ്തെ എന്നിവരാണ് അറസ്റ്റിലായത്. 2 നഴ്സറി സ്കൂൾ വിദ്യാർത്ഥിനികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയായ വിവരം മറച്ചുവെച്ചതിനാണ് കേസെടുത്തത്. കേസിലെ പ്രതിയും സ്കൂളിലെ ശുചീകരണ തൊഴിലാളിയുമായ ആകാശ് ഷിൻഡെ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ഡൽഹിയിലെ കാളന്തി കുഞ്ച് മേഖലയിലെ സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ ഡോക്ടർ വെടിയേറ്റു മരിച്ചു. യുനാനി ഡോക്ടർ ജാവേദ് അക്തറാണ് കൊല്ലപ്പെട്ടത്. 2 പേർക്ക് പരിക്കേറ്റു. ആസൂത്രിത കൊലപാതകമാകാമെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ തിരിച്ചറിയാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമാജിക് അധികാരിത ശിവർ ക്യാമ്പയിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ ഭിന്നശേഷിക്കാർക്ക് വിവിധ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കവരത്തി ദ്വീപിൽ നടന്ന ചടങ്ങ് ഹംദുള്ള സെയ്ദ് MP ഉദ്ഘാടനം ചെയ്തു. ICC വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് ഇന്ന് ഷാർജയിൽ തുടക്കമാകും. ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം വൈകുന്നേരം 3:30 ആരംഭിക്കും. രാത്രി 7:30 പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം. ഈ മാസം 20 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ന്യൂസിലൻഡിനെതിരെയാണ്. ഹർമാൻപ്രീത് കൌർ ഇന്ത്യൻ ടീമിനെ നയിക്കും. ഞായറാഴ്ചയാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം. കഴിഞ്ഞ 3 തവണയും വനിതാ 2020 ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്ലോബൽ ചെസ് ലീഗിന്റെ 2ാം പതിപ്പിന് ഇന്ന് ലണ്ടനിൽ തുടക്കം. 5 തവണ ലോക ചാമ്പ്യനും നിലവിലെ ലോക 1-ാം നമ്പർ താരവുമായ മാഗ്നസ് കാൾസൺ, മുൻ ലോക ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദ്, ലോക 2-ാം നമ്പർ താരം ഹികാരു നഗമുറ, അലി റേസ തുടങ്ങി നിരവധി താരങ്ങൾ ചെസ് ലീഗിൽ മാറ്റുരയ്ക്കും. R പ്രജ്ഞാനന്ദ, അർജുൻ എറിഗൈസി, R വൈശാലി, കൊനേരു ഹംപി, വിദിത് ഗുജറാത്തി തുടങ്ങിയ ഇന്ത്യൻ താരങ്ങളും ലീഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അസറുദ്ദീനെ ED ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു. അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന കാലത്ത് ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. ഇസ്രായേൽ വ്യോമതാവളങ്ങൾക്ക് നേർക്കുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന. ആക്രമണത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്നും വ്യോമസേനയുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടില്ലെന്നും IDF വ്യക്തമാക്കി. എന്നാൽ യുദ്ധത്തിന് താൽപര്യമില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്ന മറുപടി ഇസ്രായേലിന് നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്ഷെഷ്കിയാൻ വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വ്യോമഗതാഗതം പ്രതിസന്ധി നേരിടുകയാണ്. ലബനൻ, ഇസ്രായേൽ, കുവൈറ്റ് വിമാനത്താവളങ്ങളിൽ നേരിടുന്ന കാലതാമസത്തെ തുടർന്ന് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. ഇറാൻ വ്യോമപരിധി ഒഴിവാക്കാൻ യൂറോപ്യൻ ഏവിയേഷൻ ഏജൻസി എയർലൈൻസുകൾക്ക് നിർദ്ദേശം നൽകി. ലബനനിലെ സമാധാന പരിപാലന പ്രവർത്തനങ്ങൾക്ക് സൈനികരെ സംഭാവന ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിനന്ദനം അറിയിച്ചു. UN സമാധാന സേനയെ യൂണിഫിൽ 900 ട്രൂപ്പ് ഇന്ത്യൻ സൈനികരാണ് പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായി. ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പ് 9ാം പതിപ്പിന് ഇന്ന് ഷാർജയിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.